നമസ്കാരം. കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയുടെ മൂക്കിടിച്ച് തകർത്ത് സഹപാഠിയായ SFI നേതാവ്. 4ാം വർഷ LLB വിദ്യാർത്ഥി ജെയ്സണാണ് സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ആക്രമിച്ചത്. ശരീരത്തെ പിടിച്ച് അപമാനിച്ചുവെന്നും പെൺകുട്ടി ആറന്മുള പോലീസിന് മൊഴി നൽകി. ദിവസങ്ങളായി ഇത് സംബന്ധിച്ച് പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 11-ന് കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് സംഭവം. മൂക്കിനിടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ടെന്നാണ് വിവരം. ആറന്മുള പോലീസ് ആശുപത്രിയിലെത്തി പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനിടെ മറ്റൊരു വിദ്യാർത്ഥിനിയെ ആക്രമിച്ചു എന്നൊരു പരാതി ഈ വിദ്യാർത്ഥിനിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. SFI നേതൃത്വം മുൻകൈയെടുത്താണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ലോ കോളേജ് പ്രിൻസിപ്പളായിരുന്ന രാജനെ പുറത്താക്കാൻ വേണ്ടി ഒന്നിച്ച് സമരം ചെയ്തവരാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിയും SFI നേതാവ് ജെയ്സണും. വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്ന് പ്രിൻസിപ്പാളിനെ നീക്കാൻ MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കൂടി നിർദ്ദേശം നൽകിയിരുന്നു. ജെയ്സന്റെ പരാതിയിലായിരുന്നു അത്. സമരത്തിന് പോയ വിദ്യാർത്ഥികളുടെ ഹാജർ സംബന്ധിച്ച് അനിശ്ചിതത്വമുണ്ടായിരുന്നു. ജെയ്സണും മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിക്കും പരീക്ഷ എഴുതാനുള്ള ഹാജർ ഉണ്ടായിരുന്നില്ല. പരീക്ഷ എഴുതാനുള്ള ഹാജർ സംഘടിപ്പിക്കാമെന്ന് ജെയ്സൺ വാക്ക് നൽകിയിരുന്നുവത്രേ. ജെയ്സന് പരീക്ഷ എഴുതാൻ അനുവാദം കിട്ടുകയും വിദ്യാർത്ഥിനിക്ക് ലഭിക്കാതെ വരികയും ചെയ്തു. ഇതിന്റെ പേരിൽ നടന്ന തർക്കത്തിനൊടുവിൽ ജെയ്സൺ വിദ്യാർത്ഥിനി ആക്രമിച്ചുവെന്നാണ് പരാതി. ശരീരത്തിൽ പിടിച്ച് അപമാനിച്ചുവെന്നും വിദ്യാർത്ഥിനി മൊഴി നൽകിയിട്ടുണ്ട്. മൂക്കിന് സാരമായി പരിക്കുള്ള സ്ഥിതിക്ക് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തേണ്ടി വരും. നിസ്സാര വകുപ്പുകൾ ചുമത്താനാണ് നീക്കമെന്നാണ് ആരോപണം. പ്രിൻസിപ്പലിനെ നീക്കിയത് അടിമുടി ചട്ടലംഘനം നടന്നുവെന്ന് പറഞ്ഞ് കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ അധ്യാപകരുടെ നിയമനത്തിലും വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തിയതിലും അടിമുടി ചട്ടലംഘനം നടന്നുവെന്ന് MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കണ്ടെത്തിയ ഈ സാഹചര്യത്തിലായിരുന്നു പ്രിൻസിപ്പലിനെ നീക്കാൻ കോളേജ് മാനേജർക്ക് നിർദ്ദേശവും നൽകിയത്. കോളേജിന്റെ അഫിലിയേഷൻ പുനഃപരിശോധിക്കാനും തീരുമാനിച്ചിരുന്നു. തുടരന്വേഷണത്തിന് ഏകാംഗ കമ്മീഷനെ നിയോഗിച്ചു. വിവിധ വിദ്യാർത്ഥികൾ നൽകിയ പരാതിന്മേൽ അന്വേഷണം നടത്തിയ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം. അപാകതകൾ പരിഹരിച്ച് യൂണിവേഴ്സിറ്റി മാനദണ്ഡ പ്രകാരം അധ്യാപക നിയമനം നടത്തി പട്ടിക യൂണിവേഴ്സിറ്റിയിൽ ഹാജരാക്കണം. ജെയ്സൺ ജോസഫ് സാജൻ എന്ന വിദ്യാർത്ഥിയുടെ പുറത്താക്കൽ നടപടി പിൻവലിച്ച് തുടർ പഠനത്തിന് അവസരം നൽകണം. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ജെയ്സൺ വരുത്തിയ പാകപ്പിഴയ്ക്കുള്ള ശിക്ഷയായി പുറത്തു നിർത്തിയ കാലഘട്ടം പരിഗണിക്കണം. പരാതിക്കാരിൽ ചിലരുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ തുടരന്വേഷണത്തിന് ഏകാംഗ കമ്മീഷനായി ഡോക്ടർ ബിജു പുഷ്പനെ നിയമിച്ചു. മതിയായ ഹാജരില്ലാത്ത വിദ്യാർത്ഥികളിൽ ചിലരെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചത് റദ്ദാക്കാൻ പരീക്ഷാ വിഭാഗത്തിന് നിർദ്ദേശം നൽകും. സർവകലാശാല നിഷ്കർഷിക്കുന്ന യോഗ്യതയില്ലാത്ത അധ്യാപകരെ നിയമിക്കുകയും അർഹതയില്ലാത്ത വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയും വഴി സർവകലാശാല അഫിലിയേഷൻ ചട്ടങ്ങളുടെ ലംഘനം നടത്തിയതിനാൽ അഫിലിയേഷൻ പുനഃപരിശോധിക്കും. ഹാജർ കുറവുള്ള വിദ്യാർത്ഥികളെ നിയമവിരുദ്ധമായി പരീക്ഷ എഴുതാൻ അനുവദിച്ച കോളേജ് പ്രിൻസിപ്പലിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിന് മാനേജർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്.